ശുചിക്കുട്ടാ ശംഖുപുഷ്പം ബോൾ നോക്കുതാ വന്നിട്ട് നല്ല ചന്തത്തിൽ വന്നിട്ടുണ്ട്. ശുചിക്കുട്ട അതുകൊണ്ട് ശംഖുപുഷ്പം ബോൾ സൂപ്പറായിട്ട് വന്നിരിക്കുന്നുണ്ടില്ലേ? എല്ലാവരും എടുത്ത് കഴിച്ചോളൂ. ഉള്ളില് ജ്യൂസിമാര് വരുന്നില്ലേ? അടിപൊളി അല്ലേ? നമ്മുടെ വീട്ടിലുള്ള ശംഖുപുഷ്പ പൂക്കളൊക്കെ പറക്കി വാ. അതൊക്കെ പറക്കി പൂക്കൾ പറക്കി ശുചു. പറക്കി പറിച്ചതിലിട്. ഇത് പറക്കി ഇത് പറക്കി കൊറേ ശംഖുപുഷ്പം കിട്ടി. ശുചി പറക്കി പൂവ് പൂവുകളൊക്കെ പറക്കി എല്ലാ പൂവും. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ശംഖുപുഷ്പ പൂവും കൊണ്ട് മധുര ബോൾ, നീല കളറുള്ള മധുര ബോളാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാലോ ശുചിക്കുട്ടാ? അപ്പൊ നമ്മ 1 ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട് വാട്ടാനാണ്. ഇതിന് 1.5 ഗ്ലാസ് വെള്ളം വേണം. ഈ അളവ് ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ശുചിക്കുട്ട ഒഴിക്കും വെള്ളം. ഇനി 1/2 ഗ്ലാസ് ശുചിക്കുട്ടി കഴുകാനുണ്ട്, വെള്ളത്തിൽ കഴുകാനുണ്ട്. ഇതിൽ വെള്ളത്തിൽ ഇവിടെ ഇവിടെ ഇനി ഇത് വിടും. വെള്ളത്തിലിട്ടോ, വെള്ളത്തിലിട്ടോ. മതി മതി മതി. ഇവിടെ ഉപ്പിടുന്ന ഉപ്പിട്ടോ കുട്ടാ. പൂക്കളൊക്കെ ഒന്ന് വാരിയെടുക്കാട്ടാ. ഇത് ഓഫാക്കാം. നമുക്കിനി കുറച്ച് വെള്ളം ചൂടാറിയ ശേഷം നമുക്ക് മാവ് വാട്ടിയെടുക്കാം. മാവെല്ലാം കൂടി നന്നായിട്ട് നീല കളർ കലർന്ന് വരട്ടെ. നന്നായി കുഴച്ചെടുക്കണം ശരിക്കുട്ട. പാവ് കാച്ചുക, മധുരം ഇടുക, ബെല്ലം ബെല്ലം ഇടുക. ശുചി വിളക്ക്. ശ്രീക്കുട്ട കുറച്ച് വെള്ളം ഒഴുക്കി. കുറച്ച് തേങ്ങ. ശ്രീക്കുട്ട കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ശുചി വിളക്കുന്ന ഏലക്കായും നട്ട്സും കൂടി ഉണ്ട്. വിളക്ക് ശ്രീക്കുട്ട. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം ശുചിക്കുട്ടത്. ബാളുണ്ടാക്കാം നമുക്ക്. ശുചിക്കുട്ടി ബാളുണ്ടാക്കി തരാട്ടെ മാമ. ഒന്നും കൂടി പറ്റണം. ശുചിക്കുട്ടി ബാളുണ്ടാക്കി. അങ്ങനെ ആക്ക് ആക്ക്. ബോളായി. ബോളായി. ശുചിക്കുട്ടി ബോളാക്കി. ശുചിക്കുട്ടി മാവ് എടുക്കും കുറച്ച് നിന്ന്. എന്തിനാ ശുചി ഇങ്ങനെ മാവൊക്കെ തിന്നണത്? അങ്ങനെ ചെയ്യണ്ട ശുചി. ഉട്ട് ശുചി ഉട്ട്. മാവിനുരുട്ട് ഇങ്ങനെയല്ല ഉട്ടണത്. അതാ മാവ് ചെയ്യണ മാതിരി അങ്ങനെ ഉട്ടണം. എന്നിട്ടൂടെ ഇട്. ഇങ്ങനെ ഇവിടെ വെക്ക്. ശുചിക്കുട്ടിയോടെ പിടിക്കുന്ന ഒരു കുഴിമാതിരി ആക്ക്. അങ്ങനെ കുഴിമാതിരി. നിനക്ക് മാവ് കാണിച്ചു തരാം. നിനക്ക് ശുചിക്കുട്ടി. ഇനി എന്ത് ചെയ്യണം പറയുക? അങ്ങനെ നിനക്ക് മാവ് കാണിച്ചു തരാം. അമർത്തണ്ട അമർത്തണ്ട. ഇങ്ങനെ മെല്ലെ മെല്ലെ ആക്ക്. മെല്ലെ. മതി 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 മതി. ശുചി അതിൽ വെച്ച അതിൽ വെച്ച ശുചി ഉണ്ടാക്കിയ പോലെ. ഇതേമാതിരി ഒരു ബോൾ ഉണ്ടാക്കുക. ബോളുണ്ടാക്കി ഇതേമാതിരി ഒരു കുഴിമാതിരി ഒരു ഇതുണ്ടാക്കുക. ഈ ഇതൊക്കെ ഇടാൻ, തേങ്ങയും മധുരവും ഒക്കെ ഇടാൻ 1 സ്പൂണ്. ഇതെല്ലാം കൂടി 1 സ്പൂൺ ഇടുക. തേങ്ങയും
അണ്ടിപ്പരിപ്പും കസുവണ്ടിപ്പരിപ്പും ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാ കൊണ്ടുവന്ന് ഇങ്ങനെ അടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക. ഉരുട്ടി റെഡിയായി ഇനി ഇവിടെ വെക്കാം. നിരപ്പിടിക്ക് മെല്ലെ ഇവിടെ വയ്ക്കും. ഇനി മെല്ലെ വയ്ക്കും, മെല്ലെ വയ്ക്കും, മെല്ലെ. അങ്ങനെ തന്നെ. അടുത്തുണ്ടാക്കും. തുറക്ക് ഇവിടെ തുറക്ക്. നോക്ക് ശുചിക്കുട്ടാ, അതാ നോക്ക്, നന്നായി വെന്തിട്ടുണ്ട്. കണ്ടാ, ചൂടാറിയിട്ട് നമുക്ക് തിന്നാം. നല്ല നീല കളറിൽ കണ്ടില്ലേ? ചൂടാറട്ടെ ഇനി. ശുചിക്കുട്ട അതുകൊണ്ട് ശംഖുപുഷ്പം പോലെ സൂപ്പറായിട്ട് വന്നിരിക്കണ്ടില്ലേ? ശുചിക്കുട്ടാ നല്ല ചന്തത്തിൽ വന്നിട്ടുണ്ട് സിജ. ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാട്ടാ. സിജിന് ഇഷ്ടപ്പെട്ട ബോള് മാമ തരാട്ടാ. ചൂടൊക്കെ ഇത്തിരി ആറട്ടെ. പിടിച്ചോ ശിക്കുട്ട, മാമ മുറിച്ച് കാണിച്ചു തരാ. ഇതാ ശിക്കുട്ട, ഇതാ സൂപ്പറായി വന്നിട്ടുണ്ട് ശിക്കുട്ട. ഉള്ളൊക്കെ ജ്യൂസി ആയിട്ടുണ്ട്. ഇപ്പൊ ശംഖുപുഷ്പം ബോളൊക്കെ റെഡിയായി. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാ ശരിക്കുട്ട എടുത്തൊന്ന് കുട്ടികളെടുത്തോ? എല്ലാവരും എടുത്ത് കഴിച്ചോളൂ. സൂപ്പർ ആയിട്ടുണ്ട് ശംഖുപുഷ്പം ബോള്. നല്ല മരുന്ന് സിജു. 2 ഭാഗത്തിട്ട് മടക്കിയിരിക്കുന്നു സിജു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശംഖുപുഷ്പം ബോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടോ? ഒന്ന് കടിക്ക് നോക്കട്ടെ. എങ്ങനെ ഉള്ളില് ജ്യൂസി മാറി വരുന്നില്ലേ? അടിപൊളി അല്ലേ? ഉള്ളു കണ്ടില്ലേ? ജ്യൂസി മാതിരി നന്നായിട്ടുണ്ട്. നീല കളർ നല്ല ഭംഗിയുണ്ട്. ശംഖുപുഷ്പം ശരീരത്തിന് നല്ലതാണ്. തേങ്ങ, ബെല്ലം, സൂപ്പർ. ഞാൻ വല്ല എടുത്തു, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലേ? ചിരിക്കോട്ടെ എല്ലാം തട്ടിയെടുക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. ഞാൻ എന്തിനാണ് എന്നെ പിടിച്ചിരിക്കണേ? ലാസ്റ്റ് എനിക്ക് കിട്ടില്ല. സൂപ്പറായിട്ടുണ്ടോ? ശരി എടുത്തോ. ഇനി